ഞാൻ നുണ പറഞ്ഞെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത്. ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? CA പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് MP-മാർ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഞാൻ, ശശി തരൂര്, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സുബലൊക്കെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു, പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി, വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിൻ്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. പച്ചക്കള്ളം പറഞ്ഞ ആരാ? നട്ടാ കുരുക്കാത്ത നുണ പറഞ്ഞ ആരാ? പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു. 2019 കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കുകയല്ലേ കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ, ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം, നാഷണൽ മീഡിയയിൽ 2019 മുതൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ, അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ. ഇപ്പോൾ എന്താ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ, പൗരത്വ നിയമം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും, ആ നിയമം ഇല്ലാതാക്കും എന്ന് പറയില്ലേ. എന്നിട്ട് മുഖ്യമന്ത്രി 35 ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് നുണ പറയുന്നത്. പിന്നെ അതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, പുതിയ മുദ്രാവാക്യമാണ്. എന്താണ് ഇടതിന് ഇന്ത്യയിൽ കാര്യം? ഇന്ത്യ എന്നുള്ള ആശയത്തോട് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുള്ളത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കരിദിനമായി ആചരിച്ചു. ഒരു ഗവൺമെൻറ് ആരംഭിച്ച് ഇന്ത്യ ഒന്ന് പച്ച പിടിച്ച് അതിൻ്റെ ഏറ്റവും ബാല്യനാളുകളിൽ ഇവർ കൽക്കട്ട തീസിസ് കൊണ്ടൊന്ന് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. ഈ സംഘപരിവാർ ശക്തികളെക്കാൾ കൂടുതൽ, ഹിന്ദു മഹാസഭയേക്കാൾ കൂടുതൽ ഗാന്ധിജിയെയും നെഹ്റുവിനെയും രൂക്ഷമായി വിമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ഇവർ ഈ 2021 ആദ്യമായി ദേശീയ പതാക പാർട്ടി ഓഫീസിൽ ഉയർത്താൻ തീരുമാനിച്ചത്. ഈ 2021 അതായത് 73 വർഷം കഴിഞ്ഞിട്ട്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട്. ഇന്ത്യ എന്നുള്ള ആശയത്തെ ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് യോജിച്ച് നിന്നിട്ടുള്ളത്? അവരും ഈ ഹിന്ദു മഹാസഭയും ഈ ഹിന്ദുത്വ ശക്തികളും എല്ലാം അന്ന് കോൺഗ്രസിനെതിരായിരുന്നു, അവരെല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ, RSSന്റെ വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല, ചില സമയത്ത് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ RSSന്റെ വോട്ട് തേടി ജയിച്ച് ജനപ്രതിനിധിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. എന്നിട്ടിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യ എന്ത് സ്ഥാനമാണ് ഇടതിനുള്ളത്? കോൺഗ്രസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് ഒറ്റ മറുപടിയുണ്ട്, ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താ? ഒറ്റ മറുപടിയാണ് ഞങ്ങൾക്കുള്ളത്, കോൺഗ്രസ് ഇല്ലെങ്കിൽ ദേശീയ തലത്തിൽ എന്ത് പ്ലാറ്റ്ഫോം? അതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഇവരാണ് ഇപ്പോൾ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയത് ആരാ? പറയുന്നത് ആരും മറക്കണ്ട. 1987 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ആരാ? എന്തെല്ലാം കേസുണ്ട്? ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നുണ്ട്. എത്ര കേസ് പിൻവലിച്ചു? തമിഴ്നാട് ഗവൺമെൻറ് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ച് മുഴുവൻ കേസുകളും പിൻവലിച്ചു. ഇവിടെ ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. പൗരത്വ നിയമത്തോട് സ്നേഹമുള്ള ആൾ എന്തുപറ്റി കേസ് പിൻവലിക്കായിരുന്നത്? BJPയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ? UPA ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി ഇല്ലേ? കേന്ദ്രമന്ത്രിയായി. അപ്പോൾ എന്താ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്? മതേതര ഭാരതത്തിൻ്റെ ചങ്കിനേറ്റ കുത്തെന്നാണ് പറഞ്ഞത്. ഇവിടെ വേങ്ങര ഇലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. അപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? മലപ്പുറത്തിൻ്റേത് വർഗീയ മനസ്സെന്നു അല്ലേ? എല്ലാ വിഭാഗം ആളുകളുടെ വോട്ട് കിട്ടി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വന്നത്. അന്ന് ഈ പിണറായി വിജയൻ മന്ത്രിസഭാ അംഗം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തിരുത്തിയ മലപ്പുറത്തിന് വർഗീയ മനസ്സാണോ എന്നാണോ CPMൻ്റെ അഭിപ്രായം?
ഒരു മന്ത്രി പറഞ്ഞതാണ് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ. അപ്പം ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുത്, ദയവ് ഇത് പറയിപ്പിക്കരുത്.